സംസ്കൃതി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് പുഷ്പരാജൻ. കഴിഞ്ഞ എപ്പിസോഡിൽ തദ്ദേശ ഭരണ കാലഘട്ടത്തിലേക്ക് ഇന്നലകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയുണ്ടായി. ഇന്ന് പ്രാദേശിക ഭരണത്തിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ പൈതൃകമാണ്. ലോകത്ത് ആദ്യമായിട്ടുണ്ടായ ഭാഷ സംസ്കൃതമാണെന്നും ശ്രേഷ്ഠ ഭാഷ സംസ്കൃതമാണെന്നും മൂലഗ്രന്ഥം ഋഗ്വേദമാണെന്നും സർ ഹെൻറി മെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ഭാരതത്തിലെയും യൂറോപ്പിലെയും മാനവരാശിക്ക് ഒരു ഏക രൂപ സാമ്യം ഉണ്ടെന്നും അത് ഈ ഋഗ്വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന സംസ്കാരമായിരുന്നു എന്നും അത് തദ്ദേശ ഭരണത്തിലൂടെയാണ് ലോകമൊട്ടാകെ അത് വ്യാപരിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ വേദകാലത്ത് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനെ ഗ്രാമണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിഹാസകാലത്ത് അതിന് ഗ്രാമമുഖ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രാദേശിക ഭരണത്തിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാകണമെങ്കിൽ വാൽമീകി രാമായണം മൂലം യുദ്ധകാന്ഡം സർഗം 14 നോക്കിയാൽ മതിയാവും. രാമരാവണ യുദ്ധം കഴിഞ്ഞ് ശ്രീരാമൻ സീതാസമേതനായി അയോധ്യയിൽ വിമാനത്തിൽ വന്നിറങ്ങുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഭരതൻ, ശത്രുഘ്നൻ, മന്ത്രിമാർ, പൗരപ്രമുഖന്മാർ, സന്യാസികൾ തുടങ്ങിയ നിരവധി ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. ഹനുമാൻ അവിടെ എല്ലാം തയ്യാറാക്കുന്നതിനായി ഓടി നടന്നിട്ട് വന്നു നിൽക്കുകയാണ്. ശ്രീരാമൻ സീതയുമായി മുമ്പിലോട്ട് നടന്നു വന്നു. അപ്പോൾ ഭരതൻ തലയിൽ ഒരു കെട്ടുമായിട്ട് ശ്രീരാമൻ്റെ മുമ്പിലേക്ക് നടന്നെത്തുകയാണ്. ശ്രീരാമൻ്റെ കാൽപാദത്തിൽ അദ്ദേഹത്തിൻ്റെ തലയിലിരുന്ന കെട്ട് താഴെ വെച്ചു. അദ്ദേഹം പറഞ്ഞു, പാതുകേത്തെ പുരസ്കൃത്യ ശാസായന്തം വസുന്ധര, ഞാൻ ഈ അയോധ്യയെ ഭരിച്ചിരുന്നത് അങ്ങയുടെ ഈ പാതുകം സിംഹാസനത്തിൽ വച്ചിട്ട് താഴെയിരുന്ന് ഭരിക്കുകയായിരുന്നു. ശാസായന്തം വസുന്ധരയെ ഞാൻ അങ്ങനെയാണ് ഭരിച്ചിരുന്നത്. ഇതിന് തെളിവായിട്ട് മന്ത്രിഭിയും പൗരമുഖ്യച്ഛ കാഷായാംബരധാരിഭിയും, അപ്പോൾ ഏറ്റവും ഒന്നാം നിരയിൽ പൗരമുഖ്യന്മാർ നിൽക്കുകയാണ്. അല്ല, ഈ മന്ത്രി പ്രമുഖന്മാർ നിൽക്കുകയാണ്. തൊട്ടടുത്ത നിരയിൽ ഗ്രാമമുഖ്യന്മാർ ആണ്. മൂന്നാമത്തെ നിരയിൽ സന്യാസിമാർ, കാഷായാംബരം ധാരികളായിട്ടുള്ള ഋഷിവര്യന്മാർ നിൽക്കുകയാണ്. അദ്ദേഹം ഇത് തെളിവായിട്ട് പറയുന്ന അതിൽ ആദ്യം പറയുന്നത് എൻ്റെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ എല്ലാ മന്ത്രിമാരും വിനീതരായി തലകുനിച്ചു. രണ്ടാമത്തെ നിരയിൽ പറഞ്ഞു പൗരമുഖ്യച്ഛ, ഈ ഗ്രാമമുഖ്യന്മാരാണ് പിന്നെ ഇതിൻ്റെ തെളിവുകൾ. രണ്ടാമത്തെ തെളിവ്, രണ്ടാം സ്ഥാനം പൗരമുഖ്യന്മാർക്ക് നൽകുകയാണ്.
മൂന്നാമതായിട്ടാണ് കാഷായാംബര ദാരിവി. കാഷായം ധരിച്ച സന്യാസിമാർക്ക് 3-ാം സ്ഥാനമേ അദ്ദേഹം നൽകിയിട്ടുള്ളൂ. ഇത് ശ്രീരാമനെ ഹഠത ആകർഷിച്ചു. അദ്ദേഹം ആ രാജഭരണം നടത്തിയിരുന്നതിൽ ഗ്രാമമുഖ്യന്മാർക്ക് നൽകിയിരുന്ന സ്ഥാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടി. ഈ ഗ്രാമമുഖ്യന്മാർക്ക് 2-ാം സ്ഥാനം മന്ത്രിമാർ കഴിഞ്ഞാൽ 2-ാമത്തെ സ്റ്റാറ്റസ് നൽകിയത് നിലനിർത്തുവാൻ അദ്ദേഹം തയ്യാറായി. തൻ്റെ രാജസന്നിധിയിൽ മന്ത്രിമാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഗ്രാമമുഖ്യന്മാർക്ക് ഉപവസിക്കുവാനുള്ള അവസരം നൽകി. അതിനുശേഷമാണ് കാഷായം ധരിച്ച ആളുകൾക്ക് സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇത് ഈ പൗരമുഖ്യന്മാരെ കൊണ്ട് രാജ്യഭരണത്തിൽ അവരെ ഉപയോഗിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായവും കൂടി കേൾക്കുവാൻ ഗ്രാമമുഖ്യന്മാരെ ഉപയോഗിച്ചിരുന്നു. വേഷപ്രച്ഛന്നരായ ആളുകളെ അയച്ചിട്ട് അലക്ക് വസ്ത്രം കൈകാര്യം ചെയ്യുന്ന വനിതകളുടെ വരെ അഭിപ്രായം അദ്ദേഹം കേൾക്കുകയുണ്ടായി. അത് കേട്ടിട്ടാണ്, സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആളുകൾ വരെ കേട്ടിട്ടാണ് അദ്ദേഹം രാജഭരണം നടത്തിയിരുന്നത്. ഈ ഭരണരീതി ഇന്ത്യയിൽ വരണം എന്നാണ് മഹാത്മജി രാമരാജ്യത്തിൽ കൂടി ഉദ്ദേശിച്ചത്. അപ്പോൾ അക്കാലത്ത് ശ്രീരാമൻ്റെ ഭരണ സംവിധാനത്തിൽ ഗ്രാമപ്രമുഖന്മാർക്കും ആ പ്രസ്ഥാനങ്ങൾക്കും നൽകിയിരുന്ന സ്ഥാനം മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ ഗ്രാമമുഖ്യന്മാരുടെ പത്നിമാർക്കായിരുന്നു അന്തഃപുരത്തിൽ കടന്ന് കയറാനും രാജ്ഞിമാരുടെ വേഷവിധാനങ്ങൾ ഏതെങ്കിലും ചടങ്ങുകൾക്ക് നിശ്ചയിക്കുവാനും അല്ലെങ്കിൽ ഒരുക്കുവാനും നിർദ്ദേശം നൽകുന്നത് അവർക്കായിരുന്നു അതിനുള്ള അധികാരം. ഇതിൽ നിന്നും മനസ്സിലാക്കാം, അക്കാലത്ത് ഈ ഗ്രാമമുഖ്യന്മാർക്കും ഗ്രാമഭരണം നിർവഹിച്ചിരുന്നവർക്കും ഉണ്ടായിരുന്ന സ്ഥാനം. നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണകാലം വരുമ്പോഴത്തേക്ക് അത് BC 321 മുതൽ 271 വരെയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പാക്കിയ അർത്ഥശാസ്ത്രം അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കൗടല്യനാണ് രചിച്ചത്. ഈ അർത്ഥശാസ്ത്രം പഞ്ചായത്ത് രാജ് നിയമങ്ങളുടെ നിയമസംഹിതയുടെ ആദ്യ ലിഖിത രൂപങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ പഞ്ചായത്തിന് ഒരു ലിഖിത നിയമം ഉണ്ടായത് അർത്ഥശാസ്ത്രത്തിലൂടെയാണ്. അത് ആ ഗ്രാമത്തിൻ്റെ വിസ്തീർണം, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, അതിൻ്റെ ജനസംഖ്യ എങ്ങനെ നോക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിനകത്ത് പ്രതിപാദിച്ചിരുന്നു. ഗ്രാമത്തിൻ്റെ അതിരുകൾ ഉപസാലം കെട്ടി, സ്തംഭങ്ങളും ഉപസാലങ്ങളും കെട്ടി വേർതിരിക്കണമെന്നും നിർദ്ദേശിച്ചു. മാത്രമല്ല, ഈ ഗ്രാമത്തലവൻ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഗ്രാമകാര്യങ്ങൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഗ്രാമവാസികൾ ഊഴം ഇട്ട് അദ്ദേഹത്തെ അനുഗമിക്കണം എന്നും അർത്ഥശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ കർഷകരിൽ നിന്നും പിരിച്ചെടുക്കേണ്ട തുകയുടെ എത്ര ശതമാനം, 70-10% വരെ ഈ ഗ്രാമഭരണ സംവിധാനത്തിനും ബാക്കിയായിരുന്നു രാജാവിനും നൽകേണ്ടിയിരുന്നത്. ഈ ഗ്രാമങ്ങൾ മുഴുവനും കാടാണ്, പകൽ പോലും ഇരുട്ടാണ്, വെളിച്ചം, ഇലക്ട്രിസിറ്റി ഇല്ല, അതുകൂടി ഓർമ്മിക്കണം. അപ്പോൾ പകലിലും ഇരുട്ടാണ്.
അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഗ്രാമമുഖ്യൻ്റെ സംരക്ഷണത്തിനായി ഇവരെ ഊഴമിട്ട് അനുഗമിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, വിദേശികൾ വന്നിരുന്നാൽ വിദേശികൾക്കും വേണ്ടുന്ന സംരക്ഷണം നൽകണം. പാഹിയാൻ ഇന്ത്യയിൽ വന്നപ്പോൾ 3 തവണ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. എന്നിട്ടും അദ്ദേഹം രേഖപ്പെടുത്തി ഈ ഗ്രാമഭരണം ഗംഭീരമായിരിക്കുന്നു എന്ന്. അപ്പോൾ അന്നത്തെ ഗ്രാമഭരണ രീതിയെക്കുറിച്ചും ആ ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കുറിച്ചും അതിൽ നിന്നും ഊഹിക്കാവുന്നതാണ്. ഈ ഇതിൻ്റെ ഘടന നിശ്ചയിക്കുന്ന അവസരത്തിൽ തന്നെ ആ ഗ്രാമത്തിൻ്റെ വികാസം സംബന്ധിച്ച് രൂപം കൊടുത്തിട്ടുള്ള ആളുകളെ മുൻനിരയിലേക്ക് വരുത്തിക്കൊണ്ടാണ് അതിൻ്റെ ഘടന നൽകിയിരുന്നത്. ഈ ഗ്രാമത്തിൽ കാട് വെട്ടിത്തെളിച്ച് നാടാക്കണം എന്ന് കൗടല്യൻ ഉദ്ബോധിപ്പിച്ചു ഭരണത്തലവന്മാരിലൂടെ, ഗ്രാമഭരണ തലവന്മാരിലൂടെ. അങ്ങനെ അതിന് വിധേയരാകാത്ത ആളുകളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കുവാനും ആഹ്വാനം ചെയ്തു. അപ്പോൾ ആ ഗ്രാമഭരണത്തെ ശക്തിപ്പെടുത്തുന്നതിനായി അർത്ഥശാസ്ത്രത്തിലൂടെ കൊണ്ടുവന്ന നിയമഭാഗം പ്രശംസനീയമായിരുന്നു. ഈ തിത്തിരി സംഹിതയിലാണ് ഗ്രാമത്തിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടായാൽ തീർപ്പ് കൽപ്പിക്കുവാൻ ന്യായാധിപന്മാർക്ക് അവസരം നൽകിയിരുന്നു. ന്യായാധിപന്മാരെ അത് നിയോഗിച്ചിരുന്നതായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ കോടതികൾക്ക് അറിയപ്പെട്ടിരുന്നത് പൂഗ എന്നായിരുന്നു എന്ന് യാജ്ഞവൽക്യനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ ഈ പഞ്ചായത്തുകളെ തന്നെ അല്ലെങ്കിൽ ഗ്രാമങ്ങളെ തന്നെ 3 തരത്തിലായി വേർതിരിക്കപ്പെട്ടിരുന്നു: ജ്യേഷ്ഠം, കനിഷ്ഠം, മധ്യമം. അപ്പോൾ അതിന് ഈ ഒരു ഉദ്യോഗസ്ഥനെയും നിയമിച്ചിരുന്നു, ഗ്രാമികൻ. ഇന്നത്തെ വേണമെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരുമായി ഉപമിക്കാവുന്നതാണ്. അത് നാടകം, കേളികൾ, അതുപോലെ തന്നെ നൃത്തം മറ്റും നടത്തുന്നതിന് ഈ ഗ്രാമഭരണ സ്ഥാപനങ്ങൾക്ക് അംശം കൊടുക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ അംശം സ്വീകരിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഈ സംവിധാനം, ഈ ഒരു സ്റ്റാറ്റസ് മുഗൾ സാമ്രാജ്യകാലം വരെ നിലനിന്നു പോയിരുന്നു. മുഗൾ സാമ്രാജ്യത്തിൽ കൂടുതൽ അങ്ങനെ പുഷ്ടിപ്പെടുത്തിയില്ലെങ്കിലും അതിനെ അവർ ഡിസ്റ്റർബ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത് ഇബ്രാഹിം ആദിൽ ഷാ 1512 മുതൽ 1548 വരെ ഭരിച്ചിരുന്നു. ബിജാപ്പൂർ രാജ്യത്തിൽ ഭരിച്ചിരുന്നു. അന്ന് ഗ്രാമകോടതിയിൽ ഒരു കേസുണ്ടായി. ജഗഡേൽ എന്ന് പറയുന്ന ഹിന്ദുവും ബാപ്പാജി എന്ന് പറയുന്ന മുസൽമാനുമായിട്ടായിരുന്നു. ഈ തർക്കത്തിൽ ഗ്രാമകോടതി എടുത്ത തീരുമാനം ഹിന്ദുവായ ജഗഡേലിന് അനുകൂലമായിരുന്നു. പക്ഷേ അതുകൊണ്ട് മുസൽമാനായ ബാപ്പാജി സംതൃപ്തനായില്ല. അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചു. ആ ജില്ലാ പഞ്ചായത്തും ഗ്രാമകോടതിയുടെ തീരുമാനം ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹം രാജാവിനെ ഇങ്ങനെ തന്നെ പരാതി നൽകി. ഞാനൊരു മുസൽമാനായതുകൊണ്ടാണ് ഈ ഗ്രാമകോടതികൾ, ഹിന്ദുക്കൾ ഭരിച്ചിരുന്ന ഗ്രാമകോടതികൾ ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിനെതിരായി എടുത്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ രാജാവ് ചെയ്തത് ഇത് മറ്റൊരു ജില്ലാ പഞ്ചായത്തിന് കൈമാറുകയാണ് ചെയ്തത്. ആ ജില്ലാ പഞ്ചായത്തും ആ ഗ്രാമകോടതിയുടെ തീരുമാനം ശരിവയ്ക്കുകയുണ്ടായി. അതിനുശേഷം മഹാരാജാവിനെ ഈ മുസൽമാനായ പരാതിക്കാരൻ സമീപിച്ചെങ്കിലും ആ അപ്പീൽ സ്വീകരിക്കുവാൻ പോലും രാജാവ് തയ്യാറായില്ല. ഇതിൽ നിന്ന് മുഗൾ രാജവംശകാലത്ത് ഭരണകാലത്ത് ഗ്രാമകോടതികൾക്ക് നൽകിയിരുന്ന പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഈ സംവിധാനം
തകരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ്. 1793 1786 മുതൽ 1793 വരെയുള്ള കാലഘട്ടത്ത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നു. അത് ബ്രിട്ടീഷ് ഭരണമെന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രഭുക്കന്മാരുടേതായിരുന്നു. അവർ കർഷകരെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഞെക്കി പുറത്ത് ചാടിച്ചിരുന്നു. ഈ സംവിധാനം തന്നെ ഇവിടുത്തെ ബൽ തപാസ് ചെയ്യുന്നതിനായിട്ട് സ്വീകരിക്കുകയും ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. അതോടുകൂടി കർഷകനും സർക്കാരിനും ഇടയ്ക്ക് ഒരു മധ്യവർഗം ഉണ്ടായി. പണം കൊടുക്കുന്നവർ പിറവിയെടുത്തു. അതൊരു പുത്തൻ തലമുറയായിരുന്നു. അവർക്ക് അത് ജന്മിവാഴ്ചയിലേക്ക് പിന്നീട് വഴുതി വീഴുന്നതായിട്ടാണ് കാണുന്നത്. അതോടുകൂടി പഞ്ചായത്ത് ഭരണ സംവിധാനം ഭാരതത്തിൽ എന്നേക്കുമായി അവസാനിച്ചു. ഈ ഗ്രാമഭരണ സംവിധാനം പുനരുദ്ധരിക്കണമെന്ന് ആണ് ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നത്. ഇനി നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായ അതുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ അന്നത്തെ NES ബ്ലോക്കുകൾ രൂപവൽക്കരിക്കുകയുണ്ടായി. ഈ NES ബ്ലോക്കുകളാണ് ഇപ്പോൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തെന്ന് അറിയപ്പെടുന്നത്. ഈ ബ്ലോക്കുകൾ രൂപീകരിച്ചതിന് ശേഷം പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് പല സംവിധാനങ്ങളും കൊണ്ടുവരികയും അവയെല്ലാം ഡയറക്റ്റീവ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആ അധ്യായത്തിൽ ഒതുങ്ങി നിൽക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഭരണഘടനയ്ക്ക് ശേഷം ഉണ്ടായ പഞ്ചായത്തുകളും പ്രാദേശിക ഭരണകൂടങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മേഴ്സിയിലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മേഴ്സിയിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 200 കോടി രൂപ തിരിച്ചെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ ഇപ്പോൾ മൈലം പഞ്ചായത്തിൽ ഒരു പാറ ഖനനത്തിന് പഞ്ചായത്തിൻ്റെ തീരുമാനത്തിന് സ്റ്റേ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഈയിടയ്ക്ക് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അധികാരങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനം വരേണ്ടത് ഒരാവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടന 2 കാര്യങ്ങൾക്കായിട്ടാണ് ഈ പ്രാദേശിക ഭരണകൂടം സ്ഥാപിച്ചിട്ടുള്ളത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന്, ഇറ്റ് ഈസ് ഫോർ ദി ഫോർമുലേഷൻ ഓഫ് സ്കീംസ് ആൻഡ് പ്ലാൻസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സച്ച് plans and schemes for economic development and social justice and for the subjects enumerated in the 11th schedule of the Constitution of India. ആ 11th ഷെഡ്യൂളിലാണ് സ്റ്റേറ്റുകൾക്ക് ഏതെല്ലാം അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് കൈമാറാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ളത് ഒരു മുക്കുവൻ മത്സ്യം പിടിക്കുന്നതിനായി വലയെറിയുന്നത് പോലെയാണ്. വലയെറിയുകയും അതിൻ്റെ വൃത്തം ചുരുക്കിക്കൊണ്ടുവരികയും ചെയ്യാം അയാളുടെ കയ്യിലിരിക്കുന്ന ചരട് ഉപയോഗിച്ച്. ഇപ്പോൾ അതാണ് നടക്കുന്നത്. ഗ്രാമഭരണത്തിൽ ഒരു വേണ്ടത്ര ഒരു അധികാരം കൈമാറിയിട്ടുണ്ട് എന്ന് ഇന്നും പറയുവാൻ കഴിയുകയില്ല. ഈ തരുണത്തിലാണ് ഗ്രാമഭരണ സംവിധാനത്തിലും മുനിസിപ്പൽ ഭരണത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധികളുടെ ക്വാളിറ്റി പ്രാധാന്യം ആയി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വികസനം ശക്തിപ്പെടുന്നത് പോലെ മുനിസിപ്പൽ ഭരണം ശക്തിപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഗ്രാമഭരണം ത്തിൽ വന്നിട്ടുള്ള പ്രതിനിധികൾ വളരെ ശുഷ്കാന്തിയോടുകൂടി അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കാം, മുനിസിപ്പൽ ഭരണ സംവിധാനത്തിൽ വന്നിട്ടുള്ള ഒരു മേയറും
അതുപോലെ തന്നെ ചില കൗൺസിലർമാരും അവരുടെ വോട്ടവകാശം, സമ്മതിദാനാവകാശം, വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുള്ളത് അസാധുവാക്കപ്പെട്ടു. ഇവരുടെ കൈകളിൽ ഈ പ്രാദേശിക ഭരണകൂടം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാരതീയ സാംസ്കാരിക രാഷ്ട്രീയ പൈതൃകം അതിനെ നോക്കി അതിനെ ഉമ്മാക്കി കാണിക്കരുത്, കൊഞ്ഞനം കാണിക്കരുത്. മുനിസിപ്പൽ സംവിധാനത്തിലെ പ്രതിനിധികൾക്ക് പോലും ഒരു വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് കഴിയുന്നില്ല എങ്കിൽ അവർ നടത്താൻ പോകുന്ന ഭരണരീതി എപ്രകാരമായിരിക്കും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. ഇനി ഈ എപ്പിസോഡിൽ ഇത് കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.